ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് രാഹുലിന് വേണ്ടി പടപൊരുതാൻ ഇറങ്ങിയതാണ് രാഹുൽ ഈശ്വർ. ഇപ്പോൾ ജയിലിനകത്താണ്, റിമാൻഡിലാണ്. അപ്പോൾ ജയിലിൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ഭാര്യ ദീപ പറയുന്നത്. ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടില്ല, ചർച്ചകൾ നടക്കുന്നതേയുള്ളൂവെന്നും ദീപ പറഞ്ഞു. ഇന്നലെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മൾ ജ്യൂസും ഭക്ഷണവും അവിടെ എൻ്റെ ഭക്ഷണമെങ്കിലും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചില്ല, അത് വാങ്ങിയില്ല, മാറി എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും എനിക്ക് തോന്നുന്നു അത് നിരാഹാര സമരം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ്. പണ്ട് ശബരിമലയുടെ വിഷയം വന്നപ്പോൾ അദ്ദേഹം ഇത് തന്നെയായിരുന്നു ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാനായിരിക്കും. അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. ഇനി അടുത്ത് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തീരുമാനമായിട്ടില്ല. നമ്മൾ ഏതാ അറിയില്ല, അത് നമ്മളിങ്ങനെ ആലോചിക്കാൻ തീരുമാനമായി. യെസ്, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സിജോ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനായി പടപൊരുതാൻ ഉറച്ചിറങ്ങിയതാണ് രാഹുൽ ഈശ്വർ. ഇപ്പോൾ ജയിലിൽ നിരാഹാര സമരം കൂടിയാണ്. അപ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടിയൊന്നും ഇല്ല. ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിലേക്ക് നൽകുന്നുണ്ടോ? അപ്പോൾ കാര്യങ്ങളിലൊക്കെ എപ്പോഴാണ് ഒരു തീരുമാനം ഉണ്ടാവുക? അഭിഭാഷകരുമായി സംസാരിക്കുന്നുണ്ട്. ഹൈക്കോടതി നേരിട്ട് സമീപിക്കണോ എന്ന് സംബന്ധിച്ച് ഇതുവരെയും തീരുമാനമെടുത്തിട്ടില്ല. ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ദീപ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിയമപരമായ കാര്യങ്ങളിലൂടെ ദീപ പോകുമ്പോൾ പക്ഷേ രാഹുൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. രാഹുൽ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ചിട്ട് പോയത് ഞാൻ നിരാഹാര സമരം ഇരിക്കാൻ പോവുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് നിരാഹാര സമരത്തിൽ തന്നെയാണ്. വെള്ളം മാത്രമേ കുടിക്കുന്നുള്ളൂ. രാത്രിയും ഇന്ന് രാവിലെയും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല എന്നാണ് പറയുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ നിരാഹാരം ഇരിക്കുന്നതെന്ന് ദീപയോട് എടുത്ത് ചോദിക്കേണ്ടത്. കാരണം രാഹുൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത് അറസ്റ്റ് തന്നെ നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത്തരം ഒരു വാദം ഇന്നലെ കോടതിയിൽ ഉന്നയിച്ചതാണ്. അപ്പോൾ അത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കോടതി അക്കാര്യത്തിൽ ഒരു രാഹുലിന് അനുകൂലമായ തീരുമാനം എടുക്കേണ്ടതാണല്ലോ. അപ്പോൾ അതൊന്നും നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അത് നിയമപരമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളെ ഒരു വിലയിരുത്തൽ പറയാൻ സാധിക്കുക. എങ്കിലും രാഹുലിന് തോന്നിയിട്ടുണ്ടാവും ഇനി ജയിലിന് പുറത്തു നിന്നുള്ള പിന്തുണയൊന്നും ഇനി നൽകാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അകത്ത് നിന്ന് ഭക്ഷണം കഴിക്കാതെ പിന്തുണയ്ക്കുക എന്നുള്ള ചിന്ത തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിരാഹാര സമരത്തിലേക്ക് പോയിട്ടുണ്ടാവുക. യെസ്, അപ്പോൾ ജയിലിനകത്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് കട്ട സപ്പോർട്ട് തന്നെയാണ്. കാരണം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ നാളെ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും എന്തായാലും രാഹുൽ ഈശ്വറിനെ നന്നായി ഒന്ന് കാണേണ്ടതുണ്ട്. കാരണം സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ഇത്ര കട്ട സപ്പോർട്ടുമായി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ജയിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ജയിലിനകത്തും ആ ഒരു സപ്പോർട്ട് തുടരുന്നുണ്ട്. നിരാഹാരമാണ്, വെള്ളം മാത്രം കുടിക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചത്. അപ്പോൾ ഇനി ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം എടുക്കും എന്നുകൂടിയാണ് ഭാര്യ ദീപ പറഞ്ഞത്. മീഡിയ 1